അപ്പം സുധിച്ചേട്ടൻ എങ്ങനെയാണ് പരിചയപ്പെടുന്നത്? സുധിച്ചേട്ടനെ സ്റ്റാർ മാജിക്, അതായത് തമാർ പടാറിലെ സുബീഷ് കിന്നസ് എന്ന് പറയുന്ന ആളെന്റെ ഫ്രണ്ടായിരുന്നു, സ്ക്രിപ്റ്റ് റൈറ്റർ. അപ്പം ആളാണ് എന്നെ പരിചയപ്പെടുത്തിയത്, നമ്പറൊക്കെ തന്നത്. എന്നിട്ട് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ചു. അങ്ങനെ എന്താ പറയാ, DP നോക്കിയപ്പം കിച്ചുവിന്റെ DP, സുചേട്ടന്റെ DP. അങ്ങനെ ഇതാരാ, അപ്പോൾ ആളറിയുന്ന മകനാണെന്നറിയുന്നത്. പിന്നെ സംസാരിച്ച് വന്നപ്പോൾ ആൾക്ക് വൈഫ് ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ ഞങ്ങൾ സംസാരിച്ച് കുറെ അധികം അടുത്തു. ഒരുപാട് നാളൊന്നും ആയിട്ടില്ല. അല്ല, സുധിച്ചേട്ടന്റെ ആ സമയത്ത് ലീഗലി സെപ്പറേറ്റഡ് ആയിരുന്നു രണ്ടുപേരും. ഞാൻ പറയട്ടെ, ലീഗലി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ, സോറി, ലീഗലി സെപ്പറേറ്റഡ് ആയിരുന്നു. സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞാൽ ലീഗലി കല്യാണം കഴിച്ചാലേ ലീഗലി സെപ്പറേറ്റഡ് ആവത്തുള്ളൂ. ലീഗലി വിവാഹം കഴിച്ചിട്ടില്ല. ഇല്ല. ആൾ എന്നെ മാത്രമേ ലീഗലി അപ്പൊ ജസ്റ്റ് ഒന്ന് താലി കെട്ടിയത് മാത്രമേ ഉള്ളൂ അമ്പലത്തിൽ? അത് എനിക്കറിയില്ലല്ലോ. എനിക്ക് 2016 തൊട്ടേ സുചേട്ടനെ അറിയത്തുള്ളൂ. ആ 2016 മുന്നുള്ള കാര്യം ഞാൻ എങ്ങനെ അറിയുന്നത്? ആള് പറഞ്ഞുള്ള അറിവല്ലേ ഉള്ളൂ. മനസ്സിലായി? 2016 ആ കാലത്തിലാണ് എനിക്ക് ഡിസംബർ മാസം തൊട്ടേ. പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും പഴയ എന്തെങ്കിലും? അവര് വേറെ കല്യാണം കഴിച്ചു പോയി. ഇപ്പൊ അവര് മരണപ്പെട്ടു. അവരെ പറ്റി ഇപ്പൊ നമ്മള് മരണപ്പെട്ടു. അത് 5 വർഷം കഴിഞ്ഞു. എന്നിട്ട് സുധിച്ചേട്ടനെ എങ്ങനെ മെസ്സേജ് അയച്ചു. അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് ആള് എന്താ പറയാ, എൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ കുഞ്ഞിനെ കാണാൻ വരുമോ? അപ്പൊ ഞാൻ പറയട്ടെ, ഇവൻ നിന്റെ അമ്മയാണെന്ന് പറയട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാനിപ്പോൾ ഒന്നും നോക്കിയില്ല, ഓക്കെ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെ എന്നെ കാണാൻ പോയി. അങ്ങനെ കിച്ചു ആണ് ആദ്യമായിട്ട് കാണുന്നത്. ശ്വാസ് എറണാകുളം വൈറ്റില ഹബിന്റെ അടുത്ത ശ്വാസം എന്ന് പറയുന്നത്. അവിടെ സുധിച്ചേട്ടനും കിച്ചുവും വന്നു ആദ്യമായിട്ട്. അല്ല, അവിടെ ഉണ്ടായിരുന്നു അവര് ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അങ്ങോട്ട് പോയി കണ്ടു. പിന്നെ അന്ന് അവരുമായിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയാ, പുറത്തൊക്കെ പോയി. ഭയങ്കര സന്തോഷമായിരുന്നു അന്ന്. അങ്ങനെ